بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد فأشهد أن لا إله إلا الله وأشهد أن محمدا رسول الله أنت നബിയെ തങ്ങൾ മുൻജീന ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നവരാണ് മിനൽ ഹുറഖി കരിഞ്ഞു പോകലുകളെ തൊട്ട് എന്തിനാൽ കരിയുക മിൻ ലഹീബിന്നാരി നരകത്തിൻ്റെ കത്തിയരിച്ചിലിൽ നിന്ന് ലഹബ് എന്ന് പറഞ്ഞാൽ ആളലുണ്ടാവില്ല തീൻ്റെ ആളെന്നല്ല പറയാം അങ്ങനെ അതിൻ്റെ തീൻ്റെ ആളലിനാൽ അത് കാരണത്താൽ മിന്നാക്കിയിട്ട് അങ്ങനെ കരിഞ്ഞു പോകലിനെ തൊട്ട് കരിയലുകളെ തൊട്ട് ഞങ്ങളെ രക്ഷിക്കുന്ന നബിയെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ കാര്യം പറയലാവാം ഏറ്റവും യോജിപ്പുള്ളത് ഞങ്ങളെ രക്ഷിക്കണം നബിയെ എന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും ഏറ്റവും നല്ലത്. വൽ അജജി പൊട്ടിപ്പൊരിയലിനെ തൊട്ടും തീ കത്തിച്ചാല് ഉണക്ക സാധനത്തിൽ തീ വെച്ച് കഴിഞ്ഞാല് കത്തുമ്പോൾ ഉണ്ടാവില്ല ഒരു പൊട്ടിപ്പൊളിച്ചില്, ഒരു ഇൽത്തിറാം, പൊട്ടിപ്പൊരിയല്. എന്താണ് തീയിൽ പൊട്ടിപ്പൊരിയലിനെ തൊട്ടും ഞങ്ങളെ സംരക്ഷിക്കണം നബിയെ, അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന നബിയെ. അവിടെയാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. അജജി എന്നെങ്ങനെ പറയാം? അജ്ജ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊരിഞ്ഞു, തീയിൽപ്പെട്ട് പൊട്ടിപ്പൊരിഞ്ഞു എന്ന അർത്ഥത്തിനാണ് അജ്ജ എന്നാവുമ്പോ പിന്നെ വരേണ്ടത് എങ്ങനെ? അജ്ജി എന്ന. ഇദ്ഗാമു ചെയ്യൽ നിർബന്ധമുള്ള സ്ഥലമാണ്. മദ്ദി എന്ന് നിർബന്ധമുള്ള സ്ഥലമാണെന്ന് അഞ്ചാലിലൊക്കെ പറഞ്ഞതാണ്. ഇദ്ഗാമു ചെയ്യേണ്ട സ്ഥലത്ത് ഇദ്ഗാമു ചെയ്യാതിരിക്കൽ സർഫിയായ ഖായിദക്ക് നിയമത്തിന് എതിര് വരലാണ്. അത് ഫസാഹത്തിനെതിരാണ്. നമ്മൾ പഠിച്ചാൽ ഖുലൂസുഹു മിൻ തനാഫുറിൽ ഉറൂഫി വമുഖാലഫത്തിൽ ഖിയാസിൽ ലഗവി ല്ലേ അങ്ങനല്ലേ പഠിച്ചേ? ല്ലേ വറാബത്തി അങ്ങനല്ലേ പഠിച്ചേ? അതെ. അപ്പോൾ ഫസാഹത്ത് സാഹിത്യം ആകണമെങ്കിൽ, ഫസാഹത്താകണമെങ്കിൽ ഖുലൂസുഹു ആ പദം ഒഴിവാകണം. മിൻ തനാഫുരിൽ ഹുറൂഫി അക്ഷരങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തെ തൊട്ടും മുഖാലഫത്തിൽ വൽ ഖറാബത്തി അഗാധ പദങ്ങളാവലിനെ തൊട്ടും പിന്നെ കണ്ടെത്തിക്കാൻ കഴിയാത്ത അത്രയും വളരെ ദൂരമായ കാടൻ പദങ്ങളാവലിനെ തൊട്ടും പിന്നെ മുഖാലഫത്തിൽ ഖിയാസിൽ ലഗവി സർഫിന്റെ എതിരിൽ ആകാനും പാടില്ല. സർഫിന്റെ നിയമമാണ് ഏത്? ഇങ്ങനെ മുത്തമാസിലൈനി വന്നാൽ ഇദ്ഗാം ചെയ്യൽ നിർബന്ധമാണ്, മസ്തറില് നിർബന്ധമാണ്. മദദ് എന്ന് പറയാൻ പാടില്ല, മദ് എന്നേ പറയാൻ പാടില്ല. ഏതർത്ഥത്തിന്? നീട്ടുക എന്ന അർത്ഥത്തിന്. ഗുണം സഹായം എന്നുള്ള മാനക്കൊരു മദദുണ്ട്, അതല്ല നമ്മൾ പറഞ്ഞു. മദ്ദയമുദ്ദു മദ്ദൻ. അപ്പൊ അജ്ജൻ അവരുടെ അജജി എന്ന് പറയാൻ പറ്റൂല ആ കണക്കിൽ. അപ്പൊ അത് ഒരിക്കലും ഇമാം ഗസാലി തങ്ങൾ അങ്ങനെ പറയാൻ സാധ്യതയില്ല. ഗസാലി ഇമാമിന്റെ ബെയ്ത്താണിത് അല്ലേ? ഗസാലി ഇമാമിന്റെ ബെയ്ത്തല്ലേ? പിന്നെ ബൈത്തൻ സുബ്ഹാന മൗലിദിലുള്ളതല്ലേ അല്ലേ? അപ്പോ ഒരിക്കലും അത് പറയാൻ സാധ്യതയില്ല. അങ്ങനെയാണെന്നാണ് ഇബ്രാഹിം കുട്ടിയിലെ പാപ്പ പറഞ്ഞതും അതുപോലെ തന്നെ വൈലത്തൂർ ഉസ്താദ് ഉദ്ധരിച്ചതൊക്കെ. അത് അവരുടെ ഏറ്റവും വലിയ ഫിക്റും കഴിവിന്റെ പരമാവധിയുള്ള യോജിപ്പിക്കുന്ന വാക്കുമാണ്.
അവർ അതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് മറ്റൊരു രൂപം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് അവർ പറഞ്ഞതാണ്. കുട്ടികളായ നമ്മൾ പരിശോധിച്ചിട്ടും അങ്ങനെ നമ്മളും കാണാം. അങ്ങനെ തന്നെ ഓരോ കണ്ടീൻ്റെ അപ്പുറം നമ്മൾ കാണൂലല്ലോ. നമ്മൾ ഭാഷ പരിശോധിക്കുമ്പോഴും കാണുന്നത് മസ്തർ ഹജ്ജി എന്നാണ്, അജജി എന്നല്ല. പക്ഷേ നമുക്ക് പറയാൻ അവിടെ വരുന്നുണ്ട്. എന്താ വെച്ചാല് അജജി എന്ന മസ്തർ ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. ഇതാം ചെയ്യാതെ അറബികൾ ഉപയോഗിച്ചത്. അത് ലോത്തിന്റെ കിതാബിൽ നിന്ന് ഇങ്ങനെ മണക്കണായിരുന്നു തോന്നുന്നു വായിച്ചാലേ. ഇത് മുതാദ്ദിയായ ഫീലിന്റെ മസ്തർ അല്ലല്ലോ അല്ലേ? ഇത് ലാസിമായ ഫീലിന്റെ മസ്തർ അല്ലേ? മുതാദ്ദിയായ ഫീലിന്റെ മസ്തർ ആവുമ്പോ എങ്ങനെ? ഓ മസ്തറുൽ ഫീലിൽ എങ്ങനെയാണ്? മുഅദ്ദ ഫഅലുൻ ഖിയാസു മസ്തറിൽ മുഅദ്ദ ഇന്ദി സലാസത്തിൻ കറദ്ദ റദ്ദ. മുതഅദ്ദിയായ ഫീലിന്റെ മസ്തർ ഫായിലാണ്. ഫാ ഐന് സുകൂന് ലാം ഫായില്. അത് മദ്ദ പോലുള്ള റദ്ദ മടക്കി എന്തിനെ? മദ്ദ നീട്ടി എന്തിനെ? അങ്ങനെ മുതഅദ്ദിയായ ഫീലുകൾക്കാവുമ്പോൾ മദ്ദ് അതുപോലെ തന്നെ റദ്ദ് എന്ന് വരും. ഇത് ലാസിമായ ഫീലാണ്. കത്തി എരിഞ്ഞു എന്നുള്ള വായനക്കളാണ്. وفعل اللازم بابوه فعل كفارهم وكذبا وكشلل. അങ്ങനല്ലേ ഇനീഷ്യൽ അടക്കം പറഞ്ഞ് അപ്പൊ ശലല് എന്നൊക്കെ ഉണ്ടല്ലോ. ശലല് ഇപ്പൊ ഷെല്ല് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ശലല് അപ്പൊ അങ്ങനെ വന്നതായി ആര് കണ്ടു കാണും? ഒസാലിമാമ് കണ്ടു കാണും എന്ന് മനസ്സിലാക്കലായിരിക്കും നല്ലത്. അപ്പൊ ബലാഗത്തുനിന്ന് ഫസാഹത്തുനിന്ന് ആ വേർഡ് പുറത്തു പോവുകയില്ല. അല്ലെങ്കിൽ ആ വേർഡിന് ഇങ്ങനെ ഒരു കേട് നേടേണ്ടി വരും അല്ലേ? അത് പാടെ ശരിയാകാത്ത കാര്യമാണ്. നമുക്ക് വിഷമാണ് അല്ലേ? നിങ്ങളെ ബുദ്ധിവേല ചെയ്യേ. അജ്ജയ ഉജ്ജു എന്നുണ്ട്, അജ്ജയ ഇജ്ജു എന്നുണ്ട്. ഇതിൽ ഉജ്ജു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാമൂസിൽ രണ്ടും പറഞ്ഞിട്ടുണ്ട്. ബിൽ കസിരി വല്ലൊമ്മി. അജജ് എന്ന് പറഞ്ഞാല് തീ കൊണ്ട് പൊട്ടിപ്പൊരിയൽ എന്നാണ്. തീയിൽ പൊട്ടിപ്പൊരിയൽ. അതിനെ തൊട്ടും ഞങ്ങളെ സംരക്ഷിക്കണം നബിയെ, അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന നബിയെ. ദമ്പുന ഞങ്ങളുടെ അബദ്ധങ്ങൾ മുഫ്രദ് മുലാഫുല മാരിഫത്തിന് ആമൂന്നമാതിരി മാത്രമല്ല. കുറെ ആളുകൾക്ക് ഒരു ദമ്പല്ലല്ലോ. അപ്പൊ ദുനൂബുന ഞങ്ങളുടെ തെറ്റുകളാകുന്നത്. യാ മാഹിയായ നബിയെ. മാഹി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളുടെ പേരുകളെ കൂട്ടത്തില് നബി തങ്ങൾ അനൽ മാഹി, ഞാൻ മാഹിയാകുന്നു എന്ന് സഹീഹ് ബുഖാരിന്റെ ഹദീസിൽ തന്നെ കാണാം. യമുല്ലാഹുൽ ശിർക വൽ കുഫറ. അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ കൊണ്ട് ശിർക്കിനെ മായ്ച്ചു കളയും. ശിർക്ക് മായ്ക്കാൻ വന്നവരാണ്. ബഹുദൈവ വിശ്വാസത്തിനെ ഉപദേശിച്ച് നന്നാക്കാൻ വന്നവരാണ്. ശിർക്ക് കൽബിൽ നിന്ന് എടുത്തു മാറ്റാൻ വന്നവരാണ്. എന്നാണ് അല്ലാഹുവിന്റെ റസൂല് ആത്മശുദ്ധി ഉണ്ടാക്കും. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് ഉണ്ടാക്കുള്ളൂ. അല്ലാതെ അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒന്നിനെ തങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ?
വൽ കുഫറ നന്ദികേടുകളും. ഷിർക്കൊക്കെ കുഫറാണല്ലോ. അപ്പൊ ഷിർക്കാകുന്ന കുഫറിനെയും വൽ കുഫറ മറ്റു നന്ദികേടുകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ അതിനൊക്കെ മായ്ച്ചു കളയുന്ന, അതിനെ മായ്ച്ചു കളയാന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ ഉണ്ടാക്കി തീർത്ത കറുപ്പിനെ മായ്ച്ചു കളയാം. അല്ലെങ്കിൽ അത് ഉണ്ടാവുന്ന തൊട്ട് തടയുക. ഇതൊക്കെ ചെയ്യാൻ അല്ലാഹു തആല അധികാരം കൊടുത്ത ആളാണ് ആര്? നബി തങ്ങൾ. നബിന്റെ പേരുകളെ കൂട്ടത്തിൽ ബുഖാരി ഷരീഫിൽ ഉദ്ധരിച്ച മുത്തുനബിന്റെ നാവുകൊണ്ട് പറഞ്ഞ പേരാണത് അനൽ മാഹി യമുല്ലാഹു ഷിർക വൽ കുഫറ. കുഫർ എന്ന് പറഞ്ഞാൽ നന്ദികേട്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഏത് പെട്ട്? എല്ലാ കുഫറും പെട്ടല്ലോ. ഇസ്തിലാഹിയായ സാങ്കേതികപരമായ കുഫർ ഏതിൽപ്പെട്ട്? ഷിർക്കിൽ പെട്ട്. മറ്റേ കുഫർ ലോഹിയായ കുഫർ. കുഫർ എന്ന് പറഞ്ഞാല് നന്ദികേടുകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ. അങ്ങനെ കുറ്റങ്ങളെ മായ്ച്ചു കളയും. കുറ്റങ്ങളെ മായ്ച്ചു കളയിലൊന്ന് കുറ്റം വരാതെ സൂക്ഷിക്കുക, അത് ഏറ്റവും വലിയ ഒന്നാണ്. രണ്ടാമത്തത് വന്ന കുറ്റത്തെ ഹൃദയത്തിൽ നിന്ന് അതിന്റെ കറുപ്പ് മായ്ച്ചു തരിക. അതൊക്കെ റസൂലുള്ളാഹിക്ക് കഴിയുന്നതാണ്. ദംബുന ഞങ്ങളുടെ തെറ്റുകളാകുന്നത്, ലയംനഉന അത് ഞങ്ങളെ വിലങ്ങുകയാണ് നബിയെ, മിൻ ദുറൂഫി ദമ്മി കണ്ണുനീര് ഒലിക്കലിനെ തൊട്ട് തടയുകയാണ്. തെറ്റ് ചെയ്ത ആളുകൾക്ക്, തെറ്റുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തൗബയില്ലെങ്കിൽ അവർക്ക് സങ്കടകരമായ എന്ത് കാര്യം കേട്ടാലും കണ്ണിന്ന് കണ്ണീര് വരൂല. ആഖിറത്തിന്റെ കാര്യം കേട്ടാൽ കണ്ണിന്ന് കണ്ണീര് വരൂല. സ്വർഗം കേട്ടാൽ വരൂല, നരകം കേട്ടാൽ വരൂല, ശിക്ഷ കേട്ടാൽ വരൂല. അത് ഹൃദയം കറുത്തത് കൊണ്ടാണ്. വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കരച്ചിൽ വരും. അത് ഈ കാരണത്താൽ ഉണ്ടാകുന്ന കരച്ചിലും അല്ല. അള്ളാഹുവിനോട്, അള്ളാഹിന്റെ മുമ്പിൽ അതുപകേട് ചെയ്തു എന്നുള്ള സങ്കടം, ആ സങ്കടമാണ് കരച്ചിൽ. ആ കരച്ചില് വരുന്നില്ല തെറ്റ് കാരണത്താൽ. തെറ്റുകൊണ്ട് കൽബ് കറുത്ത് കാരണത്താൽ കസ്വത്ത് കുടുങ്ങി, കൽബ് കസ്വത്ത് കുടുങ്ങി കഠിനമായി പോയി. അതുകൊണ്ട് നരകം കേൾക്കുമ്പോഴോ, ശിക്ഷിക്കുമെന്ന് പറയുമ്പോഴോ, അല്ലെങ്കിൽ കബർ കാണുമ്പോഴോ, കബറാളിയെ കാണുമ്പോഴോ, മയ്യത്ത് കാണുമ്പോഴോ ഒന്നും ചെയ്യില്ല. കണ്ണീര് വരുന്നില്ലെങ്കിൽ അവർ പേടിക്കണം. നമ്മളെ കൽബ് കറുത്തിരിക്കണമെന്നുള്ളതിന് അടയാളാണ്. അത് നീക്കിയില്ലെങ്കിൽ ഖസ്വത്തുൽ ഖൽബിന്റെ ആഖിബത്ത് സൂൽ ഖാത്തിമയാണ്. ഈമാൻ തെറ്റി മരിച്ചു പോയാലാണ് ഖസ്വത്തുൽ ഖൽബിന്റെ ഖാത്തിമ, അവന്റെ അവസാനം ഉണ്ടായാൽ. ഖസ്വത്തുൽ ഖൽബ് എങ്ങനെയാണ്? നരകം പറഞ്ഞേക്കുമ്പോൾ ഒരു ബേജാറില്ല, സങ്കടമില്ല. സ്വർഗം പറയാനും കേൾക്കുമ്പോൾ ഒരു ബേജാറില്ല. അള്ളാഹുവിനെ പറയുമ്പോൾ ഒരു ബേജാറില്ല. മുത്തുനബിനെ പറയുമ്പോൾ ഒരു ബേജാറില്ല. ഒരു ബഹുമാനം, ഒരു ആദരവും കൽബില് എന്തൊന്നില്ലാത്ത ഒരു അവസ്ഥയും ഉണ്ടാവണല്ലോ. ഒരു മുഅ്മിനായ മനുഷ്യന് റസൂലുള്ളാഹിനെ പറ്റി പറയുമ്പോഴും, നബിയുടെ അവസ്ഥകൾ പറയുമ്പോഴും, അതുപോലെ തന്നെ നരകം പറയുമ്പോഴും, ആഖിറം പറയുമ്പോഴും, മരണം പറയുമ്പോഴൊക്കെ അങ്ങനെ വേണം, പേടി വേണം. അക്സിറു ദിക്റ ഹാദിമിൽ ലദാത്ത്, രസങ്ങളെല്ലാം മുറിച്ചു കളയുന്ന മരണം, അതിനെ ഓർക്കലിനെ നിങ്ങൾ അധികരിപ്പിക്കണം. നബിയുനാ റസൂലുള്ളാഹി മരണം ഓർത്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഞാൻ ആയുസ് പറയുന്ന ശാസ്ത്രം കണ്ടെത്തിയാലും മരണം ഓർക്കണം. ശാസ്ത്രം ആയുസ് പറയുന്നത് കണ്ടെത്തിച്ചിട്ട് മരണം ഓർക്കാതിരിക്കലല്ല. കരുതി കൂട്ടി മരിച്ചരുത്, ആത്മഹത്യ ചെയ്യരുത്. അങ്ങനെ മരിച്ചാലുള്ള പണിയൊന്നും എടുക്കാൻ പാടില്ല എന്നാണ്. ജീവിക്കാൻ പൂതിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ, അള്ളാഹുവേ എൻ്റെ ജീവിതം ഖൈറാണെങ്കിൽ എന്നെ ജീവിപ്പിക്ക്, മരണം ഖൈറാണെങ്കിൽ മരിപ്പിക്ക് എന്ന് പറയാനല്ലാതെ മരിക്കാൻ വേണ്ടി ദ്വാരക്കൽ ഗുണമില്ല എന്ന്, മരിക്കാനുള്ള പണിയെടുക്കലും ഗുണമില്ല. എന്നാലോ മരണം ഓർക്കല് സുന്നത്താണ്. മരണം ഓർത്തിച്ചിട്ട് ആയുസ്സൊന്നും കുറയില്ല. ഏത് യൂണിവേഴ്സിറ്റി കണ്ടെത്തിയാലും വേണ്ടിയില്ല, ആയുസ്സൊന്നും കുറയില്ല. വെറുതെ പറയാം. ഏറ്റവും മരണം ഓർത്തിരുന്ന ആളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ. മുത്തുനബിനെ കാണാൻ, ഉമർ റളിയല്ലാഹുവിനെ കാണാൻ, സിദ്ദീഖ് റളിയല്ലാഹുവിനെ കാണാൻ ജീവിച്ച ആളാണ് മൂപ്പര്. മരണം ഓർക്കണതിനനുസരിച്ച് ദുഃഖം കൂടുവാലോ. ദുഃഖം കൂടിയപ്പോ ആയുസ് പറയുന്ന എന്തായുസാണ് നാം.
അതൊരു ശാസ്ത്ര കണ്ടെത്തലാണ്. അതിന് സത്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. സത്യം ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത്, സത്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് നാളെ മാറ്റി പറഞ്ഞ് വിദ്യാർത്ഥിയാണെന്ന് പറയും. എന്ത് പറഞ്ഞാലും തെറ്റിയാൽ ശാസ്ത്ര വിദ്യാർത്ഥിയാണെന്ന്. ഇതുവരെ വിദ്യാർത്ഥി സ്ഥാനത്ത് നിന്ന് മാറിയിട്ടില്ല. എപ്പോഴും തെറ്റിയാൽ അപ്പം അത് വിദ്യാർത്ഥിയാണ്. അത് ഗവേഷണമല്ലേ, ഗവേഷണം ബേക്കാമല്ലോ. അവർക്ക് ബേക്കാം, ബാക്കിയുള്ളവരൊന്നും ബേക്കാൻ പാടില്ല. ഞാൻ ശാസ്ത്രത്തിനെ എതിർക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ പറയുന്നത് മരണത്തെ ഓർത്തത് കൊണ്ട് എന്ത് ചെയ്യില്ല, ആയുസ് കുറയൊന്നുമില്ല. മരണത്തെ ഓർത്താൽ തെറ്റുകൾ കുറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് 1, 2, 3, 4, 10, 15 ഹദീസല്ല. മരണത്തോർക്കൽ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ഹദീസ്. സമൂഹത്തിന് ആയുസ് ഓർക്കാൻ വന്നവരല്ല നബി തങ്ങൾ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തിനെ ഓർക്കാൻ വേണ്ടി വളരെ കൂടുതൽ ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. കസീറിൽ മരണത്തിന് ഓർത്താൽ അത് ഖലീലാക്കും, ഖലീലിൽ ഓർത്താൽ കസീറാക്കും. നബിയുനാ റസൂലുള്ളാഹി ഖലീലായത് തന്നെ അമല് ഖലീലായ ആള്, അങ്ങനെയാണ് ഇമാമികൾ അർത്ഥം പറഞ്ഞത്. അമല് ഖലീലായ ആള് മരണത്തെ ഓർത്താൽ മരിക്കണല്ലോ എന്ന് ചിന്ത ഉണ്ടെങ്കിൽ, ഇന്നിപ്പോ മഗ്‌രിബിന്റെ സുന്നത്ത് കരിക്കാൻ മടിയുണ്ടെങ്കിൽ മരിക്കണല്ലോ എന്ന് ചിന്ത ഉണ്ടെങ്കിൽ മഗ്‌രിബിന്റെ സുന്നത്ത് നിസ്കരിക്കും. അവക്ക് ഖലീലിൽ ഓർത്താൽ കസീറാവും. ഖലീലായ അമലുള്ളവൻ ഓർത്താൽ അവന് കസീറായ അമലുള്ളവനാവും, സൽക്കർമ്മങ്ങൾ കൂടിയവനാവും. കസീറായ അമലുള്ളവൻ ഓർത്താലോ ഖലീലാവും. അതെങ്ങനെ കസീറായ അമല്? ദുന്യാവ് വേണം, അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, ആ പേര് വേണം, ഇപ്പേരെ വേണം. ഈ പേരൊന്നും പോരാ, ഈ 2, 3 റൂമുള്ള പേരൊന്നും പോരാ. അതിന് മുകൾക്ക് 4 റൂം ഒഴിച്ചിടാൻ പറ്റിയ റൂമുകൾ വേണം ജിന്നിന് പാർക്കാൻ. കാരണം ഭാര്യ ഗർഭിണിയാണല്ലോ, മക്കളുണ്ടായിട്ടില്ല. അതിന് മുമ്പത്തെ ചിന്തയാണ് ഞാൻ പറഞ്ഞത്. ഭാര്യ ഗർഭിണിയാണല്ലോ, ആ കുട്ടി ജനിച്ചാൽ അതിനൊരു കുട്ടി ജനിച്ചാൽ അതിനൊരു കുട്ടി ജനിച്ചാൽ അതിനൊരു കുട്ടി ജനിച്ചാൽ അപ്പോൾ ഇതിന് പൊളിച്ചാടിച്ചേണ്ടി വരും. വലിയാപ്പാൻ്റെയിലൊന്നും മക്കൾ താമസിക്കൂല. വെറുതെ വലിയ കെട്ടിടം കെട്ടിയിടാന്നല്ലാണ്ട് അത് മാന്തി പറിച്ചിടാന്നല്ലാണ്ട് വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല. 4 മക്കളുണ്ടെങ്കിൽ തിരക്കൂടും ചെയ്യും. വലിയൊരു പേരുണ്ടാക്കിയാൽ ആരാത് എടുക്കാൻ നിൽക്കാം? എനിക്കാണ്ട, നിങ്ങൾ എടുത്തോളിയാ, എനിക്കാണ്ട, എനിക്ക് പുറത്തേക്ക് വിൽക്കാം. പുറത്തേക്ക് എന്തിനാ? പുറത്തുള്ളവർക്കാർക്ക് ആവശ്യം വലിയൊരു പേര ആവശ്യം ഉണ്ടാവില്ല. അവസാനം പൊളിച്ചാടിച്ചെല്ലാം ഉണ്ടാവില്ല. അതിന് ചെലവാക്കിയ ലക്ഷങ്ങളും കോടികളും മുഴുവനും മണ്ണിൻ്റെ അടിയിലായാലും ഉണ്ടാവില്ല. ഈ ബുദ്ധിയില്ല. പറമ്പിന്റെ ഒത്ത നടുക്കുണ്ടാക്കുകയും ചെയ്യും. അപ്പൊ 4 പേരുണ്ടാക്കാനുള്ള സൗകര്യം 4 നഷ്ടപ്പെട്ടു. ഒരു മൂലക്ക് ഉണ്ടാക്കിയതാണെങ്കിൽ 3 പേരെ 3 ഭാഗത്ത് ഉണ്ടാക്കായിരുന്നു. ആ തലയിൽ വരൂല. കാരണം ഗേറ്റ് നേരെ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ളതായിരിക്കുന്ന രൂപം. അങ്ങനെയൊക്കെയാണ് എഞ്ചിനീയർമാർ പറയല്. അവർക്ക് ആ പേരാണ്ട് ഉണ്ടാകണം, വേറൊന്നുമില്ല. ഒരു പേരാണ്ട് ഉണ്ടാക്കണം. എന്നിട്ട് ഒരു 5-10 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേന് ഈ എഞ്ചിനീയർക്ക് വേറൊരു പേര് അവിടെ ഉണ്ടാക്കണം. അപ്പോൾ ഇത് പൊളിച്ചണം. അപ്പോൾ ഇതിന് ഈ എഞ്ചിനീയർ മൗത്തായിട്ടില്ല എന്ന് വരൂല. എഞ്ചിനീയർ മരിച്ചൂലല്ലോ, അഭ്യസ്തവിദ്യര് മരിക്കൂലല്ലോ. അവര് എന്നും ജീവിച്ചിരിക്കുന്നവരല്ലേ. മരിക്കൽ സാധാരണക്കാര്, മൂല്യന്മാര് മരിച്ചൂല, ഔലിയാക്കന്മാര് മരിച്ചൂല, എല്ലാരും മരിച്ചു. മൊയ്തീൻ ശൈഖിന്റെ ആണ്ട് എന്നല്ല പറഞ്ഞത്, ഏണ്ടെന്നാ പറഞ്ഞത്, വഫാത്തായ ദിവസം എന്നായിരുന്നു. മലക്കുകൾ മരിക്കുമെന്നുള്ള ഈ തർക്കമുണ്ട്. അതും മരിക്കുന്നുള്ള ഇതാണ് ബലപ്പെട്ട അഭിപ്രായം. ഞാനേക്ക് കടക്കണില്ല. ഏതായാലും ദമ്പുന ഞങ്ങളെ തെറ്റുകളാകുന്നത് ലംനൗന ഞങ്ങളെ തടയുന്നു. തെറ്റുകൾ കൽബിലുണ്ടായി കഴിഞ്ഞാൽ എന്തിനെ തൊട്ട് തടയുന്നു? ദുറൂഫി ദമ്മി കണ്ണുനീരൊലിക്കലിനെ തൊട്ട് തടയുന്നു. അജജി എന്തിനെ തൊട്ടും അട്ടഹസിച്ച് കരയലിനെ തൊട്ടും. അജ്ജ എന്ന് പറഞ്ഞാല് ഉറക്ക ശബ്ദിച്ച് കരയലിനെ തൊട്ടും തടയുന്നു. ശബ്ദിച്ച് കരയിലിനെ തൊട്ട് തടുക്കുന്നു. യാ മാഹി തെറ്റുകൾ മായ്ച്ചു കളയുന്ന നബിയെ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഏതോ ഒരു പരിഭാഷകൻ എഴുതി കണ്ടു, കുറെ മുമ്പ് കണ്ടതാണ്. ഏത് പരിഭാഷയില എനിക്ക് ഓർമ്മയില്ല. ദമ്പുനാ മാഹി തെറ്റു മായ്ക്കുന്ന നബിയെ. ഇതിന്റെ അർത്ഥം ആക്കാൻ പറ്റുമോ? ദമ്പുന ഞങ്ങളെ തെറ്റുകളാകുന്ന മായി അതിനെ മായ്ക്കുന്ന നബിയെ. അതിനെ അർത്ഥം
മാഹിന്റെ മഫൂലാക്കിയിട്ട് ദമ്പുന, അവന് ദമ്പനാന്ന് അറിയണ്ട. മാത്രമല്ല ഒക്കൂലേ, അങ്ങനല്ല. ദമ്പുനാന്റെ ഖബർ ഏതല്ല, മാഹിയല്ല. അല്ല, യംനൗന എന്നുള്ളതാണ് ഖബർ. മാഹി എന്നുള്ള യാ മാഹി എന്നാണ്. മനസ്സിലായില്ലേ? തെറ്റ് മായ്ക്കുന്ന നബി എന്നല്ല. ദമ്പുന ഞങ്ങളെ തെറ്റുകളാവുന്നത്, മാഹി അതിനെ മായ്ക്കുന്നവരെ എന്നല്ല. മറിച്ച് ദമ്പൂന എന്നുള്ളത് ഒരു പ്രയോഗം, അതിന്റെ ഖബർ യംനൗന എന്നാണ്. യാ മാഹി എന്നുള്ളത് മുനാദയാണ്, യാനെ കളഞ്ഞതാണ് കേട്ടോ. ഹുബ്ബുക്കും തങ്ങളോടുള്ള സ്നേഹം, ഫീ ഖൽബിന ഞങ്ങളെ ഹൃദയത്തിലുള്ള സ്നേഹം, മഹ്വൂൻ അത് മായ്ച്ചു കളയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മഹ്വൂ എന്നുള്ള മസ്സറാണ്, ഇസ്മു ഫായിലിന്റെ മാനക്കാണ്. മഹ്വൂ യംഹു മഹ്വം ഫഹുവ മാഹിൻ, ഇസ്മു മഫ്ഊലിന്റെ മാനക്കാണ്. അപ്പൊ എന്തായി? മംഹൂവൻ മായ്ക്കപ്പെടുന്നതാണ്. ഹുബ്ബുക്കും തങ്ങളോടുള്ള സ്നേഹം, ഈ ഖൽബിന ഞങ്ങളെ ഹൃദയത്തില്, മഹ്വൂൻ അത് മായ്ക്കപ്പെടുന്നതാണ്. സ്നേഹം ദമ്പുന അല്ലല്ലോ, ഹുബ്ബുക്കും ഫീ ഖൽബിന മഹ്വൂൻ എന്ന് പറഞ്ഞാല് മാഹിന്ന് മാനക്കം. ഹുബ്ബുക്കും തങ്ങളെ സ്നേഹമാകുന്നത്, ഫീ ഖൽബിന ഞങ്ങളെ ഹൃദയത്തിലുള്ള സ്നേഹം, മഹ്വൂൻ അത് മായ്ച്ചു കളയും. എന്തിനെ? മിൻ റഈനി ദംബി, തെറ്റെന്ന് പറയുന്ന, കുറ്റമെന്ന് പറയുന്ന ചളിയിൽ നിന്ന്, കറയിൽ നിന്ന്. റൈന് എന്ന് പറഞ്ഞാല് കറ, ചളി, അശണ്ട എന്നൊക്കെ അർത്ഥം വെക്കും. അപ്പോ മിൻ റഈനി ദംബി തെറ്റുകളുടെ കറയിൽ നിന്ന്, ഞങ്ങളെ ഹൃദയത്തിലുള്ള തെറ്റുകളെ കറയിൽ നിന്ന് ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ ഹൃദയത്തിന് മുത്തുനബിനോടുള്ള സ്നേഹം ആ ഹൃദയത്തിലുള്ള കറയെ മായ്ച്ചു കളയുന്നതാണ്. ഹുബ്ബുക്കും നബിയെ തങ്ങളോടുള്ള സ്നേഹം, ഫീ ഖൽബിന ഞങ്ങളെ ഹൃദയത്തിൽ, മഹ്വൂൻ അത് മായ്ച്ചു കളയുന്ന സാധനമാണ്. മഹന്റെ മസ്റാണ്, ഇസ്മു ഫായിലിന്റെ മാനക്കാണ്. മായ്ച്ചു കളയുന്ന സാധനമാണ്. എന്തിനെ തൊട്ട് മായ്ച്ചു കളയും? തങ്ങളെ സ്നേഹ ഹൃദയത്തിൽ ഉണ്ടായാല് ഹൃദയത്തിൽ നിന്ന് തെറ്റുകൾ മാഞ്ഞു പോകും. മിൻ റഈനി ദംബി കുറ്റങ്ങളുടെ കറയിൽ നിന്ന് മായ്ച്ചു കളയുന്നതാണ്. വൽ ഹറജി കുറ്റത്തിൽ നിന്നും കുറ്റത്തിന്റെ കറയിൽ നിന്നും മായ്ച്ചു കളയുന്നതാണ്. അല്ലെങ്കിൽ വൽ ഹറജി കുറ്റത്താലുണ്ടായ പ്രശ്നത്തിൽ നിന്നും അതിനും പറ്റും. തെറ്റിൽ നിന്നും വൽ ഹറജി ആ തെറ്റ് കാരണത്താൽ ഉണ്ടായി തീർന്ന പ്രശ്നത്തിൽ നിന്നും മായ്ച്ചു കളയും എന്നർത്ഥം വെച്ചാലും തകരാറില്ല. ആ പാത്തിന് ആ അർത്ഥമുണ്ട്. ഹറജി എന്ന് പറഞ്ഞ പ്രശ്നം, പ്രയാസം, ബുദ്ധിമുട്ട് എന്നൊക്കെ അർത്ഥമുണ്ട്. സബ്ബുക്കും നബിയെ തങ്ങളെ സ്നേഹിച്ച ആള്, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. നബിയെ തങ്ങളെ സ്നേഹിച്ച ആള്, സബ്ബ് എന്ന് പറഞ്ഞാല് ആഷിഖ്, വല്ലാതെ സ്നേഹിച്ച ആള്, തങ്ങളെ വല്ലാതെ സ്നേഹിച്ച ആള്. വല്ലാഹി പടച്ചവനാണ് സത്യം, ലം യഖ്ബ് അവൻ ഖായിബാകേണ്ടി വരികയില്ല. ഒരു സാധനത്തെ സ്നേഹിച്ചാൽ ആ സ്നേഹിക്കപ്പെട്ട സാധനം നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുന്നവരാണെങ്കിലേ ആ സ്നേഹം കൊണ്ട് കാര്യമുള്ളൂ. നമ്മളൊരു ഒരു സാധനത്തെ സ്നേഹിച്ച് ഒരു തെങ്ങുമ്മ കായുണ്ടായപ്പോഴേ അതിനെ വന്നുകാണ്ട് നോക്കിയാലോ, കാക്കല്ലേ, അപ്പോ അതിനോട് വലിയ താല്പര്യമായി. പക്ഷെ അത് മൂക്കട്ടെ പഴുക്കട്ടെ ഇങ്ങനെ കാത്തുനിന്ന് എല്ലാ ദിവസം വന്ന് പഴുത്തുക്കണം നോക്കുന്നതാണ്. തേങ്ങ നെച്ചിങ്ങ എന്താ പറയാ, എന്നിട്ട് പിന്നെ ഇളനീനായി, അപ്പോഴും ഒന്നും കൂടി കൊരോതും കൂടിക്കാം, പിന്നെ തേങ്ങയായി, പിന്നെ ചോന്ന നിറയപ്പോ പഴുത്തുകണെന്ന് മനസ്സിലാക്കി. ചോന്ന തേങ്ങ ഇരിക്കും അല്ലേ, അങ്ങനൊരു തേങ്ങ ഉണ്ടല്ലോ.
പിന്നെ നോക്കുമ്പോൾ ആദ്യത്തെ അത്രയും ചുണ്ട് തട്ടണില്ല. അപ്പൊ അതിനെ സ്നേഹിച്ചുകൊണ്ട് കാര്യം കിട്ടിയില്ല, അവസാനം നട്ടാണ്. എന്ന മാതിരി ഓരോരുത്തർ വല്ല ഭയങ്കര സ്നേഹമാണ്, അർജന്റായ സ്നേഹമൊക്കെ ഉണ്ടാവും, ഭയങ്കര സ്നേഹം. അവരെടുത്ത് എന്നാല് അവരെന്നെ പൊരി വെയിലത്താണ്. ഈമാനുമില്ല, കുഫിരിയത്ത് ജീവിച്ച ആൾക്കാർ പൊരി വെയിലത്തല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്നേഹിച്ചാൽ ആ സ്നേഹം നഷ്ടത്തിലാണ്, ഹൈബത്തിലാവും. ആ സ്നേഹം കൊണ്ട് ഒരു ഫായിദയും കിട്ടൂല എന്നല്ല, നഷ്ടം ഉണ്ടാകുക. മുത്തുനബിനെ സ്നേഹിച്ച ആൾ അങ്ങനെയല്ല, ഹൈബത്തുണ്ടാവൂല, ഏതായാലും വിജയിക്കും. ആ സ്നേഹത്തിന് പകരം കിട്ടും. മറ്റൊരാളെ സ്നേഹത്തിന് ഉറപ്പില്ല നമുക്ക്. മുത്തുനബിന്റെ സ്നേഹത്തിന് ഒരു ഉറപ്പുള്ള കേസാണ്, തിരിച്ച് എന്ത് ചെയ്യും, അതിന് ഫലം കിട്ടും. സബ്ബുക്കും നബിയെ തങ്ങളെ സ്നേഹിച്ചവൻ വല്ലാഹി അല്ലാഹുവാണ് സത്യം, ലം യഖിബ്, അവൻ ഖായിബായിട്ടില്ല. പോണെന്നപ്പോ ഹലോ, നല്ല ശബ്ദം കേട്ടോ, നല്ല തർക്കടില്ല. അപ്പൊ ഈ പെൺകുട്ടിക്ക് താല്പര്യമായി, നിങ്ങളെവിടെയാണ്, ഞങ്ങളെവിടെയാണ്, അങ്ങനെയുള്ള പരിചയപ്പെടല്. കണ്ടിട്ടല്ലല്ലോ, കണ്ടിട്ടുണ്ട്, അങ്ങനെയും കണ്ടിട്ടുണ്ട്. നിങ്ങളെവിടെയാണ്, ഞാനിവിടെയാണ്, ഇന്നോടത്താണെന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പം പറഞ്ഞോള്. അങ്ങനെ പിന്നെ കാണാൻ പൂതിയായി വന്നു നോക്കുമ്പോ ഒരു പാപ്പയാണ്, അതിൽ ബോധം കെട്ട് വീണാലോ, അറ്റാക്കാഞ്ഞ അങ്ങനെയാണല്ലോ. അപ്പൊ എന്താണ് കാര്യം? ഹായിബായി സബ്ബുന്തായി ഹായിബായി. ഇപ്പൊ പറഞ്ഞ മാതിരി ഇല്ല. ദുരിമ എന്ന് പറഞ്ഞിട്ടൊരു കവി ഉണ്ടായിരുന്നു, മയ്യത്ത് എന്ന് പറഞ്ഞിട്ടൊരു പമ്പർന്നോളം സ്നേഹിച്ച ഒരു കവി. കിതാബിലൊക്കെ കാണാൻ രണ്ടാളും പാട്ട് കണ്ടിട്ടും കൂടി ആണ്ടും കെട്ടും ഭയങ്കര പാട്ടാണ്. എന്നെ സ്വർഗാണ്, സ്വർണ്ണാണ്, ചെമ്പരുത്തിയാണ്, പൂക്കളാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നാണ് ആണ്ടും കെട്ടും പാടന്നെ. തമ്മിൽ കണ്ടിട്ടുമില്ല, എന്ത് പൂക്കളാണെന്ന് അറിയില്ല. അങ്ങനെ അവസാനം 99% എത്തിയപ്പോ പിന്നെ തമ്മിലൊന്ന് കാണുക, എന്നിട്ട് വിവാഹമാക്കാന്നുള്ള തീരുമാനത്തിൽ തമ്മിലൊന്ന് കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോ ഈ ഗായകിയായ മയ്യത്ത് ഓള് പറഞ്ഞാലാ, ഏയ് ഞാൻ അന്നേറ്റ് ഒരിക്കലും ഒക്കൂല, ഞാൻ ഹായ് ബൈക്കണേ ജിങ്, അങ്ങനെ ഒരു ജാതി കൊപ്പര കോടിയ മാതിരി അന്നേറ്റ് ശരിയില്ല. അവിടെ വെച്ചിട്ട് ഓഫാക്കി. എന്നിട്ട് പിന്നെ സങ്കടപ്പാട്ടും പാടി വിരാന്തനായി നടക്കുന്നത് ദുരിമ. അപ്പൊ എന്താ കണ്ടു നോക്കുമ്പോ ഒന്നിനും പറ്റൂല, അമ്മിക്കുട്ടിനുമായൊരു സാധനം. റസൂൽ അങ്ങനെയല്ല, നല്ല ഭംഗിയുള്ളവരാണ്, നല്ല സ്വഭാവമുള്ളവരാണ്, നല്ല സ്നേഹം തരുന്നവരാണ്, നല്ല വഴി കാണിക്കുന്നവരാണ്, നല്ല ധർമ്മിയാണ് എന്നൊക്കെ നിലക്ക് ഏത് നിലക്ക് സ്നേഹിച്ചാലും ഹൈബാവോ ഇല്ല. ഭംഗീന്റെ പേരിൽ സ്നേഹിച്ച് നിൽക്കുക എന്തോ ഒരു കാമിലായ ഹുസ്നാണ് തങ്ങൾക്ക്. ഞാൻ വിചാരിച്ച മാതിരി തന്നെ തങ്ങള് അല്ലേ. എന്നോട് ഒരാള്, നബിനെ കണ്ട ഒരാൾ എന്നോട് പറയാണ്, ഉറക്കത്തിൽ കണ്ട ആളെ, സാധേ ഭംഗിയെ നിർവചിക്കാൻ നബിയെ കാണാത്ത എനിക്ക് കഴിയില്ല. ഭംഗിനെ നിർവചിക്കാൻ മുത്തുനബിനെ കാണാത്ത ഒരാൾക്ക് സാധിക്കുകയില്ല. അല്ലാഹു മുത്തുനബിനെ ഹഖീഖിയായ രൂപത്തിൽ കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ആഗ്രഹം പറയണം. അതിന്റെ അപ്പുറം എന്ത് ചെയ്യും? ാവുകയില്ല. കാരണം സ്നേഹിച്ചത് ഏറ്റവും ഭംഗിയുള്ള നബിയാണ്. അപ്പോ ഏറ്റവും ഭംഗിയുണ്ട് എന്നുള്ളവർക്ക് സ്നേഹിച്ചു. ആ ഭംഗി ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടോ? അപ്പൊ ഖായിബാവോ? ലലി കമാലിൽ ഹുസ്നി, ഭയങ്കര ഹുസ്ന് കാമിലാണ്. അവിടുന്ന് അത്രയും ഹുസ്ന് ചെയ്യുന്നവരാണ്. ഹുസ്ന്, അപ്പൊ ഹുസ്ന് കിട്ടുന്നുള്ളവർക്കാണല്ലോ തങ്ങളെ സ്നേഹിച്ചത്. ആ കിട്ടാതെ പോരോ? ഇല്ല. ആ ഹുസ്ന്, നന്മ, ആ
ഗുണം അക്മലായ ഗുണം ചെയ്യുന്നവരാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ എനിക്ക് അക്മലായ ഗുണം കിട്ടും, ഗുണം കിട്ടും എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ സ്നേഹിച്ചാൽ അയാള് ഒരിക്കലും ഹൈബത്തിലാകേണ്ടി വരില്ല, അയാൾ ഹായിബാകേണ്ടി വരില്ല, അയാൾ നിരാശനാകേണ്ടി വരില്ല. ആ ഹുസ്ന് തങ്ങളിൽ നിന്ന് തിരിച്ച് അവന് കിട്ടുന്നതാണ്. ഹുസ്ന് തന്നെ ചൊർക്കല്ലോ, ഉഷാറ്. ഇതാണ് ഏത് നന്മ ചെയ്യലിന് എന്ത് പറയും? ഹുസ്ന് എന്ന് പറയും. ചൊർക്ക് എന്നർത്ഥം വെക്കല് ചൊർക്കും ഹുസ്നാണ്. ഹുസ്നൊക്കെ എന്തല്ല, ചൊർക്കല്ല. ചൊർക്ക് എന്താണ്? ഹുസ്നാണെന്ന്. ചിലർ ചൊർക്ക് എന്നർത്ഥം വെക്കും, അത് ശരിയല്ല. അസ്വന ചെയ്തു തന്നെ ചെയ്ത് ഉഷാറായി, ഭംഗിയായി എന്നല്ല. അത് ഭംഗിയുടെ ബേസിലൂടെ ആവാം, പ്രവർത്തനത്തിന്റെ ബേസിലൂടെ ആവാം, ബുദ്ധിയുടെ ബേസിലൂടെ ആവാം, ഇൽമിന്റെ ബേസിലൂടെ ആവാം, 100 കണക്കിന് ബേസുകൾ ഉണ്ടാവാം. ഹുസ്ന് എന്ന് പറഞ്ഞാൽ ഭംഗി എന്ന അർത്ഥത്തിനല്ല. ഭംഗിയൊക്കെ ഹുസ്നാണെങ്കിൽ ഹുസ്നൊക്കെ എന്തല്ല, ഭംഗിയല്ല. സൽഗുണങ്ങൾക്കൊക്കെ എന്ത് പറയും? ഹുസ്ന് എന്ന് പറയും. പലരും ഭംഗി എന്ന അർത്ഥം വെച്ച് കുടുങ്ങലുണ്ട്. ഇങ്ങനത്തെ വാക്ക് അങ്ങനെ ഭംഗിയാണ്. ഏതാ? കമാലിൽ ഹുസ്നി, ഹുസ്ന് കാമിലായതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഹുസ്ന് ളാഹിരിയായ ഹുസ്നും ബാത്തിനിയായ ഹുസ്നും രണ്ടും എന്താണ്? കാമിലാണ്. ആ കാമിലായ ഹുസ്ന്, ആ നന്മ ഗുണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ നബിയെ സ്നേഹിച്ച ഒരു മെമ്പർ, ആ മെമ്പർക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഹൈബത്തിലാവൂല, നിരാശനാവൂല, അവനക്ക് ആ ഹുസ്ന് തിരിച്ചു കിട്ടാതിരിക്കുകയില്ല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. തങ്ങളെ ഭാഗത്ത് തങ്ങളെ പറ്റി നമ്മള് പറയലുണ്ടല്ലോ, എന്ത് ഫീഖഖദ് അഹ്സൻതു ലന്നി യാ ബശീർ യാ നദീർ. നബിയെ നമ്മളെ കയ്യിലൊന്നുമില്ല, തങ്ങളെ പറ്റി നല്ലത് വിചാരിക്കല്ലാതെ നമ്മളെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ നമ്മൾ പറയില്ലേ? അതേപോലെ കമാലുൽ ഹുസ്ൻ ഉണ്ടായതുകൊണ്ട്, കാമിലായ ഹുസ്ൻ ഉണ്ടായതുകൊണ്ട് ആ ഹുസ്ന്, ആ ഇഹ്സാൻ നമുക്ക് കിട്ടാതിരിക്കുകയില്ല. ആ ഹുസ്ൻ ഉണ്ടെങ്കിൽ ഇഹ്സാൻ ഉണ്ടാവും. ഹുസ്നുള്ള ആളാണ് ഇഹ്സാൻ ചെയ്യല്. ബഹജത്ത് എന്നാൽ ശോഭ. ബഹജത്തിന് പൂർണ്ണമായി ശോഭയുമുണ്ട്, പൂർണ്ണമായ ഹുസ്നുമുണ്ട്. കാമിലായ ഹുസ്നും കാമിലായ ശോഭയുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ബഹജത്തിലും ശോഭയിലും പിന്നെ ഹുസ്നിലും കാമിലായതിനു വേണ്ടി തന്നെ തങ്ങളെ ഹുസ്ന് വിചാരിച്ചിട്ട്, ബഹജത്ത് വിചാരിച്ചിട്ട് സ്നേഹിച്ച ആൾക്ക് നിരാശനാവേണ്ടി വരില്ല. കരുതിയതിൽ അപ്പുറം കാണാന്നല്ലാതെ കണ്ട്, കരുതിയതിൽ അപ്പുറം കിട്ടാന്നല്ലാതെ കണ്ട് ഒരിക്കലും നഷ്ടം ഉണ്ടാവുകയില്ല. എന്നാൽ ഭൂമിയിൽ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ അങ്ങനെയല്ല. അയാൾ രക്ഷപ്പെട്ടിട്ട് വേണ്ട നമ്മളെ രക്ഷപ്പെടാൻ. അതിനെ രക്ഷപ്പെടുന്ന ആളാണെങ്കിൽ, അതും കള്ളുടിയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നടനോ നടിയോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കലയിൽ അറിയപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ ഓൽക്ക് അള്ളാഹനെ അറിയില്ല, ഓലെ സ്നേഹിച്ചതിന് ഒരു ലാഭവും ഇല്ല. അതുകൊണ്ട് മുഴുവൻ നഷ്ടാണുള്ളത്, ഹായിബാകേണ്ടി വരും. ഇന്നനാനർജൂലി ശാഫിഈന ലിസ്വലാഹിദ്ദീനി വന്നഹജി. ഇന്നനാ ഞങ്ങൾ പ്രതീക്ഷിച്ച് ഞങ്ങൾ വരുന്നു നബിയേ. നർജൂ വനജീഉ, ഞങ്ങൾ പ്രതീക്ഷിച്ച് ഞങ്ങൾ വരുന്നു. ആരിലേക്ക് വരുന്നു? ലി ശാഫിഈന, ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന നബി തങ്ങളിലേക്ക് ഞങ്ങൾ വരുന്നു നബിയെ. എന്തിനു വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു? ഇന്നനാ നർജൂ വനജീഉ എന്നവിടെ സങ്കല്പിക്കാം, അല്ലെങ്കിൽ അതിനോട് യോജിപ്പുള്ള ഒരു ഫീലിനെ സങ്കല്പിക്കുക. ലാമോണ്ട് വിട്ടെടുക്കണം. ഇന്നനാ നർജൂ, ഞങ്ങൾ ആഗ്രഹിക്കുകയും വരികയും ചെയ്യുന്നു. മനസ്സുകൊണ്ടുള്ള വരവ്. ലി ഷാഫീൻ, ആരരികിലേക്ക്? ഇലാ ഷാഫിഈന. ലാമു സായിദ അല്ല അത്. മഫൂൽ അങ്ങനെ ലാമു സായിദാക്കൽ ഖിയാസി അല്ല, ഷാദാണ്. മുതഖദ്ദിമായ മഫൂൽ ലാസിമ
ലാമിനെ ദായിദാക്കൽ ദലീലായിട്ടുണ്ട്. പിന്നെ വസ്ഫിന്റെയും മസ്ദറിന്റെയും മാമൂലി ലാമിന് തഖ്വിയത്തിന്റെ ലാം കൊടുക്കും. മുതാദിയ ഫീലിന്റെ മഫൂലി ലാം കൊടുക്കൽ ഷാദാണ്. അത് ഒരിക്കലും ഗായകന്മാർ ചെയ്യുകയില്ല. ഇന്നനാ നെർജു, നമ്മൾ പ്രതീക്ഷിച്ചു വരുന്നു. ആരിലേക്ക്? ഷാഫിഈന, ആരെക്കൊള്ള പ്രതീക്ഷിച്ചു വരുന്നു? ഷഫാഅത്ത് ചെയ്യുന്ന ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന നബിയിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചു വരുന്നു. എന്തിനു വേണ്ടി? സ്വലാഹിദ്ദീന്, ദീന് നന്നാകാൻ വേണ്ടി, ഞങ്ങളെ ദീനിയായ ജീവിതം നന്നായി കിട്ടണം. വന്നഹജി, പ്രകാശമുള്ള വഴിക്ക് വേണ്ടിയും. ഞങ്ങൾ പോണ വഴി എന്താണ്? ഇരുളടഞ്ഞതാകരുത്. നഹജ് എന്ന് പറഞ്ഞാല് പ്രകാശമുള്ള വഴി. ഷെയ്ഖുന റയീസുൽ ഉലമാ ഉസ്താദ് പറയല് വെളിച്ചുള്ള ബജ്ജീന. എന്തേ? അതാണ് യഥാർത്ഥമായ പ്രകാശിക്കുന്ന വഴി. وهو نجانا من البلوى طيبه في العالم الأرجي. വഹുവ നജ്ജാന, വഹുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജ്ജാന, നമ്മളെ രക്ഷിക്കുന്നതാണ്. മിനൽ ബൽവ, എല്ലാ മുസീബത്തുകളിൽ നിന്നും. ഭൗതിക മുസീബത്തുകളിൽ നിന്ന് രക്ഷിക്കും, ദുന്യവിയായ മുസീബത്തുകളിൽ നിന്ന് രക്ഷിക്കും. ഖതീബ് ഉസ്താദ് പറഞ്ഞില്ല മഗ്‌രിബിന്റെ ശേഷം എല്ലാ രക്ഷക്കുമാരും മതി, റസൂലുള്ളാഹി തങ്ങൾ മതി, എല്ലാത്തിൽ നിന്നും രക്ഷിക്കും. ഭൗതികമായ മുസീബത്തുകളിൽ നിന്ന് രക്ഷിക്കും, പാരത്രികമായ മുസീബത്തുകളിൽ നിന്ന് രക്ഷിക്കും. രണ്ടും ഹദീസ് കൊണ്ടും ആയത്ത് കൊണ്ടും നൂറുകണക്കിന് ഹദീസ് ആയത്തുകളെ കൊണ്ട് അത് സമർത്ഥിക്കാനും കഴിയും. അതിനെ എതിർക്കുന്നവൻ ഇസ്ലാമിനെ എതിർക്കുന്നവനാണ്. അതിനെതിർക്കുന്നവൻ നബിയെ എതിർക്കുന്നവനാണ്. അതിനെതിർക്കുന്നവൻ ഇസ്ലാം പഠിക്കാത്തവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൻജിയത്ത്, രക്ഷിക്കുന്ന സ്വഭാവം, നജ്ജാന, നമ്മളെ രക്ഷിക്കുന്നതാണ്. മിനൽ ബൽവ, ബലാഗുകളെ തൊട്ട്. ഏത് ബലാഗ്? എല്ലാ ബലാഗിനെ തൊട്ടും രക്ഷിക്കാൻ ആർക്ക് കഴിയും? നബി തങ്ങൾക്ക് കഴിയും, അള്ളാഹുവിനും കഴിയും. എന്നിട്ട് എന്താ അള്ളാഹ് എന്താ രക്ഷിക്കാത്തതെന്ന് നോക്കിക്കല്ലേ എല്ലാവരും? അള്ളാഹു തആല രക്ഷിക്കാത്തത് കണ്ടുകാണ്ട് രക്ഷിക്കൂലാറില്ല. ചില രക്ഷിക്കാതിരിക്കാൻ ചില വിധികൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതനുസരിച്ച് നീങ്ങാൻ കഴിയുള്ളൂ. എല്ലാത്തിൽ നിന്നും രക്ഷിക്കാനുള്ള കഴിവാർക്കുണ്ട്? അള്ളാഹു തആല റസൂലുള്ളാഹിക്ക് കൊടുക്കും. മിനൽ ബൽവ തീബുഹു, നബി തങ്ങളുടെ സുഗന്ധമാകുന്നത്. അൽ അറജി, എങ്ങനത്തെ സുഗന്ധമാണ്? അൽ അരിജി എന്നാണ് ഇസ്മു ഫായിലായി. അറജ, ഇറജു, അരിജുൻ, അറജൻ. അറജി മസ്തറാണ്. മസ്തറാക്കുമ്പോഴാണ് അറജി നാവൽ. അറജി. അപ്പൊ തീബുഹു, തങ്ങളുടെ സുഗന്ധമാകുന്നത്. അൽ അറജി, എങ്ങനത്തെ തീബുഹു, അവിടുത്തെ സുഗന്ധമാകുന്ന ഫിൽ ആലമി, ലോകത്തെ എമ്പാടും നിലനിൽക്കുകയാണ്. ലോകത്ത് നബിയുടെ സുഗന്ധമുണ്ട്. പക്ഷെ അത് ആസ്വദിക്കാൻ എല്ലാ മൂക്കിനും കഴിയില്ല. ആത്മീയമായ വളർച്ചയുള്ളവർക്ക് മാത്രമേ നബിയുടെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇപ്പൊ റസൂലുള്ളാഹിന്റെ സുഗന്ധമുണ്ട്. പക്ഷെ അത് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ അതിന്റെ സ്റ്റേജിലേക്ക് എത്തണം എന്നാണ് സൂഫിയാക്കൾ പറയുന്നത്. നബിയുടെ സുഗന്ധം ആസ്വദിക്കുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട്. നിസ്കാരത്തിന്റെ ടൈമായി എന്നറിയാൻ എത്രയോ സൂഫിയാക്കന്മാർ ചരിത്രത്തിൽ കാണാം. അവര് നബി തങ്ങളുടെ സുഗന്ധം ആസ്വദിക്കും. അപ്പൊ നിസ്കാരത്തിന്റെ ടൈമായി എന്നറിയും. ഗുഹയിലാണ് താമസിക്കുന്നത്. അങ്ങനെ സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കുന്നവരുണ്ട്. നമ്മളാണെങ്കിലോ ഒന്നിന്റെ സുഗന്ധം അറിയില്ല. നമ്മൾ അത്തറിന്റെ സുഗന്ധം കൂടി മൂക്കടുപ്പായിട്ട് അറിയണില്ല. നമ്മളെ പറ്റിയല്ല ചർച്ച, മനുഷ്യന്മാരെ പറ്റി വർത്താനം പറഞ്ഞതാണ്. തീബുഹു, നബി തങ്ങളുടെ സുഗന്ധം, അത് അടിച്ചു വീശുന്നതായ ഫിൽ ആലമി, ലോകത്ത്. എങ്ങനത്തെ ലോകമാണ്? അൽ അർജി എന്നാണ് ഉസ്താദൊക്കെ പറയുന്നത്. ലോകത്തിന് സിവത്താണ്. അർജി എന്ന് പറഞ്ഞാൽ അരിജി എന്ന് പറഞ്ഞാൽ ഇസ്മു ഫായില്. അർജ എന്ന് പറഞ്ഞാൽ അടിച്ചു വീശി, അടിച്ചു വീശി, സുഗന്ധം അടിച്ചു വീശി. തീബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഗന്ധമാകുന്നത്
ഫിൽ ആലമി ലോകത്താകമാനമുണ്ട്. ലോകത്താകമാനം തങ്ങളുടെ സുഗന്ധമുണ്ട്. അത് ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കാൻ കഴിയും. പക്ഷെ ആത്മീയമായി ശുദ്ധി വരുത്തണം. അവനോട് പോരും, അവനോട് കിബറും, അവനോട് ദേഷ്യം, ഇവനോട് ദേഷ്യം, അങ്ങനെ സൃഷ്ടികളോടൊക്കെ വെറുപ്പും മറ്റൊക്കെ കൽവിൽ കൊണ്ടടന്ന് പുറത്ത് നല്ല ഇസ്തിരിട്ട കുപ്പായോട്ട് കന്തൂറി ഇട്ടോണ്ടെന്ന് കാര്യമില്ല. ആദ്യം ഹൃദയം നമ്മൾ നന്നാക്കണം. നന്നാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നന്നാക്കണം, നിങ്ങളും നന്നാക്കണം, എല്ലാവരും നന്നാക്കണം. നമ്മൾ പറയുന്ന അള്ളാഹുവിന് വേണ്ടിയാകണം, ആ പടപ്പുവെക്ക് വേണ്ടിയാകരുത്. അപ്പൊ ലോക എങ്ങനത്തെ ആലമാണ് അൽ അർജി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഗന്ധം കൊണ്ട് സുഗന്ധം അടിച്ച് വീശുന്നതായ ലോകം. ആ ലോകത്തിലാകമാനം എന്തുണ്ട്? നബി തങ്ങളുടെ സുഗന്ധമുണ്ട്. അല്ലാഹു തആല മരിക്കണ മുമ്പ് അത് ആസ്വദിക്കാൻ, ഒരു വട്ടെങ്കിലും ആസ്വദിക്കാൻ അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ.